വിഷയത്തിൽ UDF സംവിധാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നേ ഘടകകക്ഷികൾ കോൺഗ്രസുമായുള്ള വിലപേശൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു സീറ്റ് വിഭജന ചർച്ചയല്ല, മറിച്ച് ദുർബലമായ നേതൃത്വത്തിന് കീഴിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ അവസരം മുതലെടുക്കുന്ന ചെറുതും വലുതുമായ പാർട്ടികൾ എപ്രകാരം ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. സ്വന്തം അണികൾക്ക് കൊടുക്കാൻ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കോൺഗ്രസ് മുന്നണിയിലെ ഇത്തൽ കണ്ണികൾക്ക് വിജയസാധ്യതയില്ലാത്ത നൂറുകണക്കിന് സീറ്റുകൾ കാഴ്ചവെച്ച് സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ദയനീയ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. വാർഡ് വിഭജനം കഴിഞ്ഞപ്പോൾ കിട്ടിയ അധിക സീറ്റുകൾ സ്വന്തം അക്കൗണ്ടിൽ വരുമെന്ന് കരുതിയ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ച് തടിച്ചുകൊണ്ടാണ് ഓരോ ഘടകകക്ഷിയും പരസ്യമായി വിലപേശലിന് ഇറങ്ങിയിരിക്കുന്നത്. സംഘടനാപരമായി എല്ലാ ജില്ലകളിലും ശക്തിപ്പെട്ടു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ കൂടുതൽ സീറ്റുകൾക്കായി കോൺഗ്രസുമായി വിലപേശലിന് ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ ഓരോ സീറ്റ് ദാനമായി കിട്ടിയ പാർട്ടി ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിലെ ധാർഷ്ട്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവുകേടിനെയാണ് തുറന്നു കാട്ടുന്നത്. തിരുവനന്തപുരത്ത് പല വാർഡുകളിലും UDF 3-ാം സ്ഥാനത്താണെന്നും അവിടെയൊക്കെ ഫോർവേഡ് ബ്ലോക്കിന് വിജയസാധ്യത ഉണ്ടെന്നുമാണ് ദേവരാജന്റെ കണ്ടെത്തൽ. തൃശൂര്, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലും ഇടുക്കി, കൊല്ലം ജില്ലാ പഞ്ചായത്തുകളിലും സീറ്റ് വേണമെന്ന ആവശ്യമുയർത്തുമ്പോൾ കേരളത്തിൽ എത്ര ബൂത്തുകളിൽ ഫോർവേഡ് ബ്ലോക്കിന് പ്രവർത്തകരുണ്ട് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിപിന്നോക്ക സമുദായ സംഘടനകളെ കൂടെ കൂട്ടി അധികാരത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്ന് ദേവരാജൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്ന ഗൂഢലക്ഷ്യം വ്യക്തമാണ്. കോൺഗ്രസിന്റെ ദൗർബല്യം മുതലെടുത്ത് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക, ശേഷം മുന്നണിക്ക് വിധേയപ്പെടാതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന തന്ത്രം കോൺഗ്രസ് തിരിച്ചറിയുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും UDF സ്ഥാനാർത്ഥികൾ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. കഴിഞ്ഞ തവണ 200-നടുത്ത് സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇത്തവണ കൂടുതൽ സീറ്റുകൾക്കായി പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുകൾ നടത്തുമെന്നാണ് MLA അനൂപ് ജേക്കബ് പറയുന്നത്. ഈ നീക്കുപോക്ക് എന്ന സൗമ്യമായ വാക്കിന് പിന്നിൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളിൽ പോലും അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കൂടുതൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോൾ ഈ ജില്ലകളിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ കൊതിക്കുന്ന സീറ്റുകളാണ് ജേക്കബ് ഗ്രൂപ്പിന് വേണ്ടി അടിയറ വെക്കേണ്ടി വരുന്നത്. ഒരു വർഷം മുൻപേ കുടുംബയോഗങ്ങളും കൺവെൻഷനുകളും നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയെന്ന് അനൂപ് ജേക്കബ് അഭിമാനത്തോട് പറയുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിൽപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം പോലും അനിശ്ചിതത്തിലാകുന്ന കോൺഗ്രസ് നേതൃത്വം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ്. കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും കൺവെൻഷനുകൾ പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പല മണ്ഡലം കമ്മിറ്റികളും ഇപ്പോഴും DCC പ്രസിഡന്റുമാരുടെ കനിവിനായി കാത്തിരിക്കുകയാണ്. 2 ടൈം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടിയിൽ നിന്ന് ആരും പിരിഞ്ഞുപോയില്ലെന്നും ശക്തമായ കേഡർ ബേസ് ഉണ്ടെന്നുമാണ് ഷിബു ബേബി ജോൺ അവകാശപ്പെടുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ ഫോക്കസ് 25 എന്ന പേരിൽ ഒരു വർഷം മുൻപേ പ്രവർത്തനം തുടങ്ങിയെന്ന് RSP പറയുന്നു. 25 സീറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ 20 എണ്ണത്തിലും കോൺഗ്രസിനെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് 5 എണ്ണത്തിൽ ജയിച്ച് വലിയ ശക്തിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ തന്ത്രം കോൺഗ്രസ് തിരിച്ചറിയണം. സ്വന്തം പാർട്ടിക്കാരെ ബലി കൊടുത്ത് RSPയുടെ ജീവൻ മരണ പോരാട്ടത്തിന് കോൺഗ്രസ് എന്തിന് പങ്കാളിയാകണമെന്ന ചോദ്യം ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. UDF പാളയത്തിലെ ഏറ്റവും വലിയ കൗതുകം RMPയുടെ വരവാണ്. CPMന്റെ വർഗീയ പ്രീണനത്തിലും ജാതി രാഷ്ട്രീയത്തിലും പ്രതിഷേധിച്ചാണ് UDFനൊപ്പം ചേരുന്നെന്ന് സംസ്ഥാന സെക്രട്ടറി N. വേണു പ്രഖ്യാപിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം കൃത്യമാണ്. ഇടതുമുന്നണി പ്രവേശനമല്ല, മറിച്ച് അസോസിയേറ്റഡ് മെമ്പറായി തുടരാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതായത് UDFന്റെ തണലിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക, എന്നിട്ട് മുന്നണിയുടെ ഒരു ബാധ്യതയും ഏറ്റെടുക്കാതെ പുറത്തുനിന്ന് വിലപേശുക എന്ന അതിബുദ്ധിയാണ് ഇതിന് പിന്നിൽ. ഈ പ്രധാന കക്ഷിക്ക് പുറമെ കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ നിലനിർത്താനും കൂടുതൽ സീറ്റുകൾ നേടാനും CMP പുതുതായി മുന്നണിയിലെത്തിയ കേരള പ്രവാസി അസോസിയേഷൻ, ദേശീയ ജനതാദൾ തുടങ്ങിയ പാർട്ടികളും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. ഇതിൽ പലതും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന സംഘടനകളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം സജീവമാവുകയും കോൺഗ്രസിന്റെ ദൗർബല്യം മുതലെടുത്ത് 1-2 സീറ്റുകൾ തരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പാർട്ടികളെ ചുമക്കേണ്ട എന്ത് ബാധ്യതയാണ് കോൺഗ്രസിനുള്ളത്? കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം, കൊയിലാണ്ടി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ പ്രവാസി അസോസിയേഷൻ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറയുമ്പോൾ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് പോസ്റ്റർ ഒട്ടിക്കേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ സീറ്റ് വിഭജന നാടകം ഒരു കാര്യം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അതിന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ കെൽപ്പില്ലാത്ത ഘടകകക്ഷികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു ദുർബല നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. മുന്നണി മര്യാദയുടെ പേരിൽ സ്വന്തം പ്രവർത്തകരുടെ അവകാശങ്ങളെ ബലികഴിക്കുന്ന ഈ ആത്മഹത്യാപരമായ നീക്കം കോൺഗ്രസിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമാക്കും. ഘടകകക്ഷികൾക്ക് വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകി കോൺഗ്രസ് സ്വയം തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചിതയൊരുക്കുന്നത് UDF എന്ന മുന്നണിക്ക് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് പാഠം പഠിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര പോലും കോൺഗ്രസിനൊരു സ്വപ്നമായി മാറും.